പ്രൈസ് ദി ലോർഡ്. 35-ാം സങ്കീർത്തനം 28-ാമത്തെ വാക്യം. എന്റെ നാവ് നിന്റെ നീതിയെയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷം ഏതെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ പ്രവർത്തികളെക്കുറിച്ച് വർണ്ണിക്കുന്ന സമയമായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളിൽ ദൈവം നമുക്ക് വേണ്ടി ഏതൊക്കെ അനുഗ്രഹങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ, ഏതൊക്കെ പ്രവർത്തികൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ, അത് വർണ്ണിക്കുന്നതായിരിക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുപ്രധാന നിമിഷം എന്ന് പറയുന്നത്. അതെ, എന്റെ നാവ് നിന്റെ നീതിയെ നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കും. നാളെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഓരോ മൂമെന്റിലും, ഓരോ അവസ്ഥകളിലും ദൈവത്തിന്റെ സ്തുതിയെ, ദൈവത്തിന്റെ പ്രവർത്തികളെ അതിന് മഹത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനെ വർണ്ണിക്കുവാൻ, അതിനെ ഷെയർ ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷവും അതാണ് നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങൾ എന്ന് പറയുന്നത്. നാം ദൈവത്തിന്റെ പ്രവർത്തികളെ, ദൈവം ചെയ്ത ദൈവത്തിന്റെ പ്രവർത്തികളെ, നാം ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ, നന്മകളെ, ഉയർച്ചകളെ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങൾക്കും തക്കവണ്ണം ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ തന്നെ അത് സ്തോത്ര നാളെല്ലാം നന്മയെ വർണ്ണിക്കുവാൻ ആരോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ, ആരോടൊക്കെ സ്തോത്രം പറയാൻ കഴിയുമോ അവരോടൊക്കെ അത് ദൈവം എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ, ദൈവം എനിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ, ദൈവം എനിക്ക് വേണ്ടി തന്ന ഒരുക്കിയ വഴികൾ എന്ന് പറഞ്ഞ് നാം അത് ഷെയർ ചെയ്യുമ്പോൾ അതേ നാം ചെയ്യുന്നത് നാളെല്ലാം നിന്റെ സ്തുതിയെ വർണ്ണിക്കും. അതേ, ദൈവത്തിന്റെ പ്രവർത്തികളെ എന്റെ നാവ് കൊണ്ട് ഇങ്ങനെ വായിക്കുന്ന എന്റെ നാവ് നിന്റെ നീതിയെയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കും. അങ്ങനെ ജീവിതത്തിൽ ഓരോ മൂമെന്റിലും ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ചൈതന്യമായി, വലിയ അനുഗ്രഹമായി, വലിയ നന്മയായി വെളിപ്പെടുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിലെ ആത്മീയ വളർച്ചകൾക്ക് ഏറ്റവും ഉതകുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പ്രവർത്തികളെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ എത്രത്തോളം ആവസിക്കുന്നുണ്ടോ അത്രത്തോളം ദൈവത്തിന്റെ പ്രവർത്തികളെക്കുറിച്ച്, ദൈവത്തിന്റെ വഴികളെക്കുറിച്ച് നാം ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവത്തിന്റെ വഴികളെ, ദൈവത്തിന്റെ ആലോചനകളെ ഏറ്റവും നമുക്ക് കൂടുതലായി ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ. അങ്ങനെ ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുമ്പോൾ നാളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക്, നന്മയ്ക്ക്, വിടുതലിന്, സൗഖ്യത്തിന് അത് കാരണമായി തീരും. അങ്ങനെ ദൈവത്തിന്റെ കൃപ നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. ദൈവവചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.